അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണമെന്ന ഉത്തരവിനെതിരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിടിച്ചെടുത്ത രേഖകളും പരിശോധിക്കപ്പെടും. സ്വർണ്ണപ്പാളി ഉരുക്കിയതിനാൽ തിരികെ എത്തിക്കാനാകില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. രേഷ്മ ബാബു തുടരുന്നുണ്ട്. രേഷ്മ, എന്തായാലും സ്വർണ്ണപ്പാളി ഉരുക്കി, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരികെ എത്തിക്കാൻ സാധിക്കില്ല എന്ന ഒരു നിലപാടിലാണ് ദേവസ്വം ബോർഡ്. ഒപ്പം കോടതി കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ രാഖി, അതായത് കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കടത്തിയ സംഭവത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പുനഃപരിശോധനാ ഹർജി കൂടി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ആ പുനഃപരിശോധനാ ഹർജിയിൽ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്, നേരത്തെ ഹൈക്കോടതി ഈ സ്വർണ്ണപ്പാളി തിരികെ ചെന്നൈയിൽ നിന്നും സന്നിധാനത്തേക്ക് ഉടനടി എത്തിക്കണമെന്നുള്ള നിർദ്ദേശവും ഒപ്പം തന്നെ അത് സന്നിധാനത്ത് എത്തിച്ചതിന് ശേഷം രേഖകൾ ഹാജരാക്കാനായിട്ടുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ആ ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നുള്ളതാണ് പുനഃപരിശോധനാ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ദേവസ്വം ബോർഡ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച, ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞത്, ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ മാത്രമല്ല, ഈ സ്വർണം പൂശിയതിലടക്കം, ശ്രീകോവിലിന് ചുറ്റും സ്വർണം പൂശിയതിലടക്കമുള്ള മാസ്റ്റർ രേഖകൾ പിടിച്ചെടുത്ത് ഹാജരാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു. ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം നേരത്തെ ഉള്ള ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വരുത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തങ്ങൾ തീരുമാനമെടുക്കാമെന്നാണ് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ദേവസ്വം ബോർഡ് പറഞ്ഞത്, ഈ സ്വർണ്ണപ്പാളികളൊക്കെ തന്നെ ഉരുക്കിയിട്ടുണ്ട്, അതുമാത്രമല്ല അത് തിരികെ കൊണ്ടുവരുന്നതിൽ സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളടക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഭേദഗതി വരുത്തണമെന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അത് കർക്കശമായിട്ട് ആ ഒരു നിലപാടിൽ ദേവസ്വം ബോർഡ് ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ അതിൽ ഹൈക്കോടതി വ്യക്തത വരുത്തിയിട്ടുള്ളത്, ഈ പറയുന്ന സ്വർണം പാളികൾ തിരികെ ഉടൻ എത്തിക്കണമെന്നുള്ള നിർദ്ദേശത്തിൽ മാത്രമല്ല തങ്ങൾ ഉറച്ചു നിൽക്കുന്നത്, ഇക്കാര്യത്തിൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഉടൻ എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല പ്രശ്നമുള്ളത്, രേഖകൾ പരിശോധിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ ഈ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിലപാട്. എന്തായാലും രേഖകൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിക്കും. അത് മാത്രമല്ല, നേരത്തെ ഈ ഒരു സ്വർണ്ണപ്പാളി അത് ഉരുക്കി വീണ്ടും അതിൽ സ്വർണം പൊതിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോൺസർ ഉണ്ട്. ആ സ്പോൺസറിനെയും അതോടൊപ്പം തന്നെ ഇതിന്റെ ഉരുക്കലും അറ്റകുറ്റപ്പണിയും നടത്തുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തെയും ഹൈക്കോടതി കക്ഷി ചേർത്തിരുന്നു. ഇവരുടെ അടക്കം മറുപടി വന്നിട്ടുണ്ടെങ്കിൽ അതും ഹൈക്കോടതി പരിശോധിക്കും. എന്തായാലും ഭക്തരുടെ തുട്ടുകളടക്കം വീണ് ഈ സ്വർണ്ണപ്പാളിക്ക് കേടുപാടുകൾ പറ്റിയിരുന്നു. അത് തന്ത്രി അടക്കം ബോധിപ്പിച്ചതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോയതെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. അത് മാത്രമല്ല, ഗുരുതരമായിട്ടുള്ള ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്, നിരുപാധികം തങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നതായിട്ടും ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയം ഹൈക്കോടതി ഗൗരവതരമായിട്ട് തന്നെ ഇന്ന് പരിഗണിക്കുക തന്നെ ചെയ്യും. രേഷ്മ, അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണമെന്ന ഉത്തരവിനെതിരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുനഃപരിശോധനാ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതി നിർദ്ദേശാനുസരണം പിടിച്ചെടുത്ത രേഖകളും പരിശോധിക്കപ്പെടും എന്നുള്ളതാണ്. എന്തായാലും ഈ സ്വർണ്ണപ്പാളി ഉരുക്കിയത് കൊണ്ട് തന്നെ തിരികെ എത്തിക്കാൻ ആകില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്.